തൃശൂരിലെ ATM കവർച്ചാ കേസിലെ പ്രതികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. തമിഴ്നാട്ടിലെത്തിയാണ് പ്രതികളെ തൃശൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതികളെ വൈകിട്ടോടെ തൃശൂരിലെത്തിക്കും. നാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പ്. അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, തമിഴ്നാട് പോലീസിൽ നിന്ന് കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയായിട്ടുണ്ടോ? ഇനി ഇവിടെയുള്ള നിയമ നടപടികൾ എങ്ങനെയാണ്? ധന്യ, ഈ പ്രതികളുമായി കേരള പോലീസ് സംഘം തമിഴ്നാട് നാമക്കല്ലിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ ഇവിടെ എത്തി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം. കേരളത്തിലെ രണ്ട് സ്ഥലങ്ങൾ, അതായത് റൂറൽ പോലീസ് പരിധിയിലും അതോടൊപ്പം തന്നെ ജില്ലാ സിറ്റി പോലീസിന്റെ പരിധിയിലും ആണ് ഈ രണ്ട് സംഭവങ്ങളും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോലീസുകളും ഒരേ സമയം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ, രണ്ട് കേസുകളിലെയും ഒരുമിച്ച് തന്നെ ചോദ്യം ചെയ്യൽ നടത്തുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം, അതായത് നാളെയോ മറ്റന്നാളോ ആയിട്ടായിരിക്കും ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നേരിട്ടെത്തിച്ച് ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ള തെളിവെടുപ്പ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മൊത്തം 7 പ്രതികളായിരുന്നു കേസുമായി ബന്ധപ്പെട്ടിരുന്നത്. 2 പേർ ഈ വാഹനത്തെ കണ്ടെയ്നറിൽ കടത്താൻ ശ്രമിച്ച ആളുകളും 5 പേർ നേരിട്ട് ഈ മോഷണത്തിൽ പങ്കെടുത്തവരുമായിരുന്നു. ആ 7 പേരിൽ ഈ കണ്ടെയ്നറിന്റെ ഡ്രൈവർ മരണപ്പെട്ടു, പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും മറ്റ് ഒരു ഡ്രൈവറുടെ സഹായിയായിട്ടുള്ള ആളുടെ കാല്, അതായത് പോലീസിന്റെ വെടിവെപ്പിൽ 2 കാല് പരിക്കേറ്റു, അതിൽ 1 കാല് മുറിച്ചു കളയേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. മറ്റ് 5 പേർ, അതായത് പ്രധാനമായും കേരളത്തിലെ കേസുകളിൽ പ്രധാനമായും പ്രതികളാവുക ഈ 5 പേരായിരിക്കും. പോലീസിന് ഒരുപാട് കാര്യങ്ങൾ വ്യക്തവരുത്തണം. അതായത് പോലീസിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അതായത് ഈ വണ്ടി കയറ്റിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും പന്നിയങ്കർ ടോൾ പ്ലാസയ്ക്ക് മുൻപ് ആവാനാണ് സാധ്യത എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കാരണം ഇതുവഴി, ഈ ടോൾ പ്ലാസ വഴി കണ്ടെയ്നർ ലോറി കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസ് ലഭിക്കുന്നു. അപ്പോൾ അതിനു മുൻപ് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, മണ്ണൂത്തി പരിസരത്ത് എവിടെ നിന്നെങ്കിലും ഈ ലോറിയിൽ കാറ് കയറ്റി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ്. എന്തായാലും അതിൽ മറ്റു കാര്യങ്ങൾ, അതായത് അതോടൊപ്പം തന്നെ പോലീസിന് ഈ പ്രതികളുടെ ഫിംഗർ പ്രിന്റ്, അതായത് ATM-ൽ നിന്നും ലഭിച്ചിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ 5 പ്രതികളിൽ ഒരാളുടെ ഫിംഗർ പ്രിന്റുമായി മാച്ച് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും. അതായത് മറ്റെവിടെയെങ്കിലും സമാനമായ ഓപ്പറേഷനുകൾ ഈ പ്രതികൾ നടത്തിയിട്ടുണ്ടോ, കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും പോലീസിന് കണ്ടെത്തേണ്ടി വരിക. പക്ഷെ മറ്റ് തെളിവുകൾ, സാങ്കേതികമായും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും ഒക്കെ തന്നെ കൃത്യമായും പ്രതികൾക്ക് എതിരാണ്. അതെല്ലാം പോലീസ് നേരത്തെ ശേഖരിച്ചിട്ടുണ്ട്. ഇനി പ്രതികളെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് ATM-കളിൽ എത്തിച്ച് നേരിട്ടെത്തിച്ചുള്ള തെളിവെടുപ്പും ആണ് പൂർത്തീകരിക്കേണ്ടി വരിക. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രതികളെ കേരളത്തിലേക്ക് എത്തിക്കും. സംഘം അവിടെ നിന്നും, കേരളത്തിൽ നിന്നും പോയിട്ടുള്ള പോലീസ് സംഘം പ്രതികളുമായി അവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തന്നെയാണ്. ശരി അഖിൽ.